സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് ഇപ്പോൾ പല ടൂൾസും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഒന്ന് വളരെ ഈ പൊതുജന അവബോധം വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ഫാസ്റ്റ്. അതിൽ ഓരോ ലെറ്ററും പ്രാധാന്യം അർഹിക്കുന്നതാണ്. FAST. അതിൽ F എന്ന് പറഞ്ഞാൽ ഫേസ്, A എന്ന് പറഞ്ഞാൽ ആം, S എന്ന് പറഞ്ഞാൽ സ്പീച്ച്, പിന്നെ T എന്ന് പറഞ്ഞാൽ ടൈം. അപ്പോൾ ഫേസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കിപ്പോൾ ഒരാൾക്ക് പെട്ടെന്ന് ഒരു ബുദ്ധിമുട്ട് വരുന്നു, അപ്പോൾ അത് സ്ട്രോക്കാണോ അല്ലേ എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ഇതാണ്. അപ്പോൾ അവരോട് ചിറി ഇങ്ങനെ കാണിക്കാൻ പറയുമ്പോൾ ചിറി കോടിയതായിട്ട് കാണുന്നുണ്ടോ. ആം എന്ന് പറഞ്ഞാൽ രണ്ട് കൈയും ഉയർത്താൻ പറയുന്നു, അപ്പോൾ ഒരു കൈ ഇങ്ങനെ താണു വരുന്നതായിട്ട് കാണുന്നുണ്ടോ. സ്പീച്ച്, സംസാരിക്കാൻ ശ്രമിക്കുന്നു പക്ഷേ അവർക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. ഈ 3 ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ആ രോഗിക്ക് സ്ട്രോക്ക് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഉടനെ തന്നെ എപ്പോഴാണ് ഇത് ആരംഭിച്ചതെന്ന് ശ്രദ്ധിക്കുക, സ്ട്രോക്ക് റെഡി ആയിട്ടുള്ള ഒരു ആശുപത്രിയിൽ എത്തിക്കുക. പിന്നെ വേറൊരു ടൂളാണ് BFAST എന്ന് പറഞ്ഞാൽ BEFAST. അപ്പോൾ FAST ആ സെയിം ഇത് തന്നെയാണ്. BFAST എന്ന് പറഞ്ഞാൽ B ബാലൻസ്, പെട്ടെന്ന് ബാലൻസിൽ മാറ്റങ്ങൾ വരിക, അതായത് നടന്നുകൊണ്ടിരിക്കുന്ന ആൾ പെട്ടെന്ന് വേച്ചു പോവുക. അതുപോലെ തന്നെ E എന്ന് പറഞ്ഞാൽ ഐസ്, കണ്ണിന് എന്തെങ്കിലും വ്യതിയാനങ്ങൾ, ഇപ്പോൾ കണ്ണിൻ്റെ ചലനങ്ങളിൽ മാറ്റം, അങ്ങനെ എന്തെങ്കിലും കാണുക. അപ്പോൾ ഈ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് വരുന്ന മിനിറ്റുകൾക്കുള്ളിൽ വരുന്ന രോഗലക്ഷണമാണെങ്കിൽ അത് സ്ട്രോക്ക് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.